വെൽക്കം ടു മൈൻഡ് എഞ്ചിനീയർ. നിങ്ങൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നവരുണ്ടോ? വിഷമിച്ചിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഫെയിലിയറോ അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ നിന്ന് തേപ്പ് കിട്ടിയിട്ട്, ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് ചീറ്റിംഗ് കിട്ടിയിട്ട്, ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ആ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനോ ഉപദേശിക്കാനോ ഒന്നും പോവുമല്ല. കൃത്യമായിട്ടൊരു പ്രൊസീജിയർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ നിന്ന് നിങ്ങൾ ബെറ്റർ ആവും. ഇത് ഏറ്റവും നല്ലൊരു സമയമായിട്ട് കണ്ടാൽ മതി. കാരണം നിങ്ങളുടെ എല്ലാ എനർജിയും ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആംഗിൾ മാത്രമാണെന്നുള്ളതേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഒരു തിയറി ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷൻസ്. നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് നമുക്ക് ഈ ഇമോഷൻസിനെ കൺവെർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹൈലി ക്രിയേറ്റീവ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ ലൈഫിന് വലിയ ചേഞ്ച് ഉണ്ടാകാൻ പോകുന്ന ഒരു സന്ദർഭമാണ് ഈ വന്നു കിട്ടിയിരിക്കുന്നത്. വേസ്റ്റ് ആക്കി കളയരുത്. ചേഞ്ച് ആകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ അത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്നുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഈ വീഡിയോ. അല്ലാതെ എനിക്ക് ഒരാളിനെ കൊല്ലണം, മരിക്കണം ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരാളുടെ സപ്പോർട്ടിൽ തെറാപ്പി എടുക്കുന്നതായിരിക്കും നല്ലത്. ഓൺലൈൻ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ആവശ്യം വന്നേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആവശ്യം വന്നേക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുവാണ്, ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി നല്ല എഫർട്ട് എടുക്കാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. മടിയന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം ആദ്യം തിരഞ്ഞെടുക്കുക. കംഫർട്ടായിട്ട് ഇപ്പൊ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമില്ലേ, അതായാലും മതി. പക്ഷെ കുറച്ച് നേരത്തേക്ക് മറ്റാരും വന്ന് ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കഥ അടച്ചിടണ്ട. കാരണം നിങ്ങൾ കഥ അടച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകാന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. കഥ തുറന്നിട്ടിട്ട് അവരുടെ പറഞ്ഞാൽ മതി, കുറച്ച് നേരത്തേക്ക് ഞാൻ ഒരു കാര്യം ആലോചിക്കുവാണ്, ആരും വരരുത് എന്നുള്ളത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഇമോഷൻസ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ ദേഷ്യം ഉണ്ടായിരിക്കാം, വിഷമം ഉണ്ടായിരിക്കാം, ലോൺലിനെസ്, മറ്റാരുമില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരിക്കാം, നല്ല ചീറ്റ് ചെയ്തു അങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കാം. പല വിധത്തിലുള്ള ഫീലിങ്സ് നിങ്ങൾ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഒരു പേപ്പറിലോട്ട് ലിസ്റ്റ് ചെയ്ത് 1, 2, 3 അങ്ങനെ പറഞ്ഞ് എഴുതുക. സ്റ്റെപ്പ് 2, ഫീലിങ്സ് ആദ്യത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ ഫീലിങ്സിൽ നിന്നെല്ലാം നിങ്ങൾ എന്ത് പാഠം പഠിച്ചു എന്നുള്ളത് മാറ്റി ഒന്ന് എഴുതുക. ഉദാഹരണം പറയാം, നിങ്ങൾ എഴുതിയിരിക്കുവാണ് ഐ ഫീൽ സാഡ് എന്ന്. എനിക്കിപ്പോ വിഷമമുണ്ട്. ശരിയാണ്, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ തന്നിരിക്കുന്ന വിഷമം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പാഠം തന്നിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ലെസൺ. എന്റെ ഒരു ക്ലയന്റ് എഴുതിയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഐ ഫീൽ സാഡ് എന്നാണ് എഴുതിയേക്കുന്നത്. അതിനകത്ത് നിന്ന് എന്ത് പാഠം പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ എഴുതിയേക്കുന്നത് ഇതിനു മുമ്പുള്ളതൊന്നും ഒരു വിഷമമല്ലായിരുന്നു, ഇതാണ് യഥാർത്ഥ വിഷമം എന്നുള്ളതാണ്. അപ്പൊ ഇതിനു മുമ്പുള്ള പല കാര്യത്തെക്കാട്ടിലും കൂടിയൊരു വിഷമമാണ് ഇപ്പൊ വന്നേക്കുന്നതാണ്. ചെറിയ പാഠമൊന്നുമല്ല, വലിയ പാഠമാണ്. അപ്പൊ പണ്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും ഒന്നും അല്ലാതായി തീർന്നില്ലേ? അതേപോലെ തന്നെ വേറെ അടുത്തെഴുതിയേക്കുന്ന ഒരു പോയിന്റ് കൂടെ വേണമെങ്കിൽ ഞാൻ പറയാം. ബാക്കിയുള്ള നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ തന്നെ എഴുതുക. ഞാൻ വഞ്ചിക്കപ്പെട്ടു, ഫീലിംഗ് ചീറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് പാഠം പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആൾക്കാരെ മനസ്സിലാക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലായിരുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്റെ റോങ് ആണ്. ഐ ആം നോട്ട് ഗുഡ് അങ്ങനെ ഒരു ഫീലിംഗ് എഴുതിയിട്ടുണ്ട്. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു തോന്നല് എന്റെ ക്ലയന്റിനുണ്ട്. അതിനുള്ള പാഠമായിട്ട് എഴുതിയേക്കുന്നത് പല കാര്യത്തിലും ഞാൻ ഇനി ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമല്ലേ? അടുത്ത സ്റ്റെപ്പിലാണ് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ലെവലിലേക്ക് എൻ്റർ ആകാൻ പോകുന്നത്. നിലവിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ സ്റ്റെപ്പിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ പഠിച്ച പാഠങ്ങളൊക്കെ. ഈ പാഠങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും, അത് ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം പറയാം, ഐ ആം നോട്ട് ഗുഡ് എന്ന് എഴുതി. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ പറഞ്ഞപ്പോൾ ഐ വാണ്ട് ടു ഇംപ്രൂവ് മൈസെൽഫ്. എനിക്ക് എന്നിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ബോഡി ഇംപ്രൂവ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു, മൈൻഡ് ഇംപ്രൂവ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. ഇനി ഇതിനകത്ത് നമുക്ക് ക്ലാരിറ്റിയിൽ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം വീണ്ടും ചോദിച്ചു നോക്കുക, എന്താണ് മൈൻഡിൽ ഇംപ്രൂവ് ചെയ്യാനുള്ളത്. അതിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെ കിടപ്പുണ്ട് കേട്ടോ. മൈൻഡ് ഇംപ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, ആദ്യം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും. അപ്പൊ ഒബ്സർവേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന പാഠങ്ങളെ കൺവെർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്റെ മറ്റൊരു ക്ലയന്റ് സമാന സന്ദർഭത്തിൽ എഴുതിയിട്ടുള്ള 1-2 പോയിന്റ്സ് ഞാൻ ഇവിടെ പറയാം. അപ്പൊ നിങ്ങൾ പെട്ടെന്നായിട്ട് കണക്ട് ആവും. ആദ്യത്തെ സ്റ്റെപ്പിൽ എഴുതിയേക്കുന്ന ഒരു കാര്യം ഐ ഫീൽ ആംഗ്രി എന്നുള്ളതാണ്. എനിക്ക് ദേഷ്യം വരും എന്നുള്ളത്. അതിനകത്ത് നിന്ന് എന്ത് പാഠം പഠിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ക്ലയന്റ് പറഞ്ഞത്, ഒരാൾ എന്നെ പറ്റിച്ചാൽ, എന്നെ ചീറ്റ് ചെയ്താൽ എനിക്ക് ദേഷ്യം വരും എന്നുള്ളതാണ്. തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് വലിയൊരു പാഠമല്ലേ? നമുക്ക് ഏതൊക്കെ സമയത്താണ് ദേഷ്യം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠം തന്നെയാണ്. നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിക്കോഷൻ എടുക്കാനായിട്ട് പറ്റും. അതിനെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് കൺവെർട്ട് ചെയ്യാം എന്ന് ചോദിച്ചപ്പോൾ ക്ലയന്റ് തന്നെ വളരെ ഇന്റലിജന്റ് ആയിട്ട് പറഞ്ഞത്, നമുക്ക് ദേഷ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ നമ്മളെ ചീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നതും അവരെ ജഡ്ജ് ചെയ്യുന്നതും ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആകണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക.
ചിന്തിക്കുക. അതാണ് അവിടുത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് ക്ലയന്റ് തന്നെ എത്തി. ഇതേ രീതിയിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് പ്ലാനിംഗ് ആണ്. കഴിഞ്ഞ സ്റ്റെപ്പിൽ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചാൽ മാത്രം പോരല്ലോ, ഇത് ചെയ്തു തുടങ്ങണം. ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസോഴ്സ് ആവശ്യമാണ്. റിസർച്ചും കാര്യങ്ങളും ഒക്കെ അതിന് വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പൊ ടൈമും എഫർട്ടും ഒക്കെ അതിന് വേണ്ടിയിട്ട് ഇടുക. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ബോഡി ഇംപ്രൂവ് ചെയ്യണം എന്നൊരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോകണ്ടേ, എക്സർസൈസ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ജിം എവിടെയാണെന്നുള്ളത് സെർച്ച് ചെയ്യുക, ഫീസും കാര്യങ്ങളും ഒക്കെ നോക്കുക, ടൈമിങ് നോക്കുക, ഏത് ദിവസം ജോയിൻ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ആയിട്ട് എഴുതി വെക്കുക. ഇതേപോലെ ഓരോ കാര്യത്തിലും ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് സൈക്കോളജിക്കലി ഇംപ്രൂവ് ചെയ്യണം, നിങ്ങൾക്ക് മറ്റുള്ളവരെ അനലൈസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും ഗൂഗിളിൽ ആദ്യം സെർച്ച് ചെയ്ത് നോക്കുക. അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും കോഴ്സുകളുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. ഇതെല്ലാം പതുക്കെ നമ്മൾ ഇത് സെർച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മൂഡ് മാറിയിട്ട് മറ്റൊരു ഗോളിലേക്ക്, മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ അറിയാതെ പോയി തുടങ്ങും. നെക്സ്റ്റ് ആക്ഷൻ ആണ്. കഴിഞ്ഞ സ്റ്റെപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചേക്കുന്നത് ആ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ആക്ട് ചെയ്ത് തുടങ്ങുക. സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലേ ഉണ്ടാകുകയും ഇമോഷൻസ് നെഗറ്റീവായിട്ട് കയറി വരികയൊക്കെ ചെയ്യും. പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്ത് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ സ്റ്റേജ് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ ഉടനെ ചെയ്യേണ്ട കാര്യമില്ല. എന്താണോ കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുക. ഇതെല്ലാം ഇന്റർമീഡിയറ്റ് ഗോൾസ് ആണ്. നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ പതുക്കെ പോകുന്നുള്ളതേ ഉള്ളൂ. അത് തനിയെ നിങ്ങളിലേക്ക് എത്തിപ്പെട്ടോളും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 14 മുതൽ 21 ദിവസം വരെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കഴിഞ്ഞ ഒരു സ്റ്റേജിൽ നിന്നും പുതിയൊരു അവസ്ഥയിലേക്ക് മാറാനായിട്ട് പറ്റും. ഈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസിന്റെ ഇടയ്ക്കെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകാം, മെമ്മറി കയറി വരാം, പഴയ ആളിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ വന്നിട്ട് നിങ്ങൾ ഡൗൺ ആയി പോകാം. വേറെ വ്യക്തികൾ ചിലപ്പോൾ അവരെ കുറിച്ച് വന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരാം. ഇങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ സ്റ്റെപ്പ് 1 മുതൽ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു മോഡിലേക്ക് തന്നെ തിരിച്ചെത്താനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ഒക്കെ മാറാനായിട്ട് ചാൻസ് ഉണ്ട്. എന്താണോ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്നത് അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസിലോട്ട് എത്തിപ്പെടാൻ ശ്രമിക്കുക. പലരും പറയാറുണ്ട് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പഴയ ആളിനെ കുറിച്ചിട്ടുള്ള മെമ്മറി കയറി വന്നിട്ട് നമ്മൾ തന്നെ ഡിപ്രസ്ഡ് ആയി പോകും, ഡൗൺ ആയി പോകും, പിന്നീടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അതെല്ലാം മറ്റുള്ളവർ പറഞ്ഞു തന്ന ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഓരോ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇന്നർ മോട്ടിവേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. വിൽ പവർ എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് അല്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ ആ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക 21 ദിവസം വരെങ്കിലും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. മാറ്റം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മറ്റൊരാളുടെ സപ്പോർട്ട് ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഹെൽപ്പ് എടുക്കുക. ഓൺലൈൻ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി.